നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മൾ ഭയപ്പെടേണ്ട ഒരു വാർത്തയാണിത്. കുറച്ച് ദിവസം മുൻപാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഒരു രണ്ടാനച്ഛൻ 16 വയസ്സുകാരനായ മകനെ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ നിർബന്ധിച്ച വാർത്ത നമ്മൾ കേട്ടത്. ഈ വാർത്തയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് റിപ്പബ്ലിക് ടി വി ആ 16 വയസ്സുകാരനുമായി സംസാരിച്ചു. അവൻ്റെ അമ്മയുമായി സംസാരിച്ചു. കുടുംബചരിത്രവും പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കി എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി റിപ്പബ്ലിക് TV പറയുന്നു. ഈ കേസ് ഇപ്പോൾ NIA പരിഗണനയിലാണ്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം സ്ലീപ്പർ സെല്ലുകളുണ്ട് എന്ന സംശയം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ശക്തമായുണ്ട്. 16 വയസ്സുകാരനായതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടി എന്ന നിലയിൽ അവൻ്റെ സ്വകാര്യത പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടാണ് റിപ്പബ്ലിക് TV ഇത് സംബന്ധിച്ച വാർത്ത സംപ്രേഷണം ചെയ്തത്. തൻ്റെ അമ്മയുടെ ലിവിംഗ് ടുഗദർ പങ്കാളിയാണ് അൻസാർ അസ്ലം. അയാളാണ് തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ചേരാൻ നിർബന്ധിച്ചത് എന്ന് 16 വയസ്സുകാരൻ തുറന്നു പറയുന്നു. ഇപ്പോൾ NIA ശക്തമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന ഈ കേസിൽ നിർണായകമായ പല വിവരങ്ങളും പുറത്തേക്ക് വരുന്നു. അൻസാർ അസ്ലം തനിക്ക് IS വീഡിയോകൾ കാണിച്ചു തന്നുവെന്ന് ഈ 16 വയസ്സുകാരൻ റിപ്പബ്ലിക് TVക്ക് മുന്നിൽ പറഞ്ഞു. എൻ്റെ അമ്മയെ അൻസാർ അസ്ലം ഭീഷണിപ്പെടുത്തി. ഇസ്ലാമിക് സ്റ്റേറ്റ് വീഡിയോകൾ കാണിച്ചും ഇസ്ലാമിക് സ്റ്റേറ്റ് ആശയങ്ങൾ താനുമായി പങ്കുവച്ചും ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരണമെന്നും സിറിയയിലേക്ക് പോകണമെന്നും അൻസാർ അസ്ലം തന്നോട് പറഞ്ഞു. ഇക്കാര്യം അമ്മയോട് താൻ പറഞ്ഞപ്പോൾ അമ്മയെ അയാൾ ഭയപ്പെടുത്തി. അൻസാർ ഒരുപക്ഷെ കൃത്രിമമായി തന്നെ പറ്റിക്കുന്നതാവാം എന്ന് അമ്മ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഒടുവിൽ അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയി. ഞാനിപ്പോൾ അമ്മയുടെ സഹോദരൻ്റെ അടുക്കലാണ്, എൻ്റെ അമ്മാവൻ്റെ അടുക്കൽ. എൻ്റെ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു. എന്നാൽ എൻ്റെ അമ്മയെ അൻസാർ അസ്ലം ഭീഷണിപ്പെടുത്തി അയാളുടെ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എന്ന് മകൻ. എനിക്കെൻ്റെ അമ്മയെ തിരികെ കിട്ടണം, എനിക്ക് അമ്മയെ വേണം എന്ന് 16-കാരൻ കരഞ്ഞ് റിപ്പബ്ലിക് TVക്ക് മുന്നിൽ പറയുന്നു. ഇവിടെയാണ് കേരളം നടുങ്ങേണ്ട പലതുമുള്ളത്. ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ചേരാൻ ഒരു 16 വയസ്സുകാരനെ നിർബന്ധിക്കുന്ന രണ്ടാനച്ഛൻ. ആ 16 വയസ്സുകാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നുവെന്ന്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ടീനേജിലുള്ള കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന നിരവധി സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട്. ആ 16 വയസ്സുകാരൻ തൻ്റെ അമ്മയോട് തന്നെ ചോദിക്കുന്നു, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ടെന്നെ ISൽ ചേർക്കാൻ നിർബന്ധിക്കുന്നു? ഞാൻ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാതെ വന്നപ്പോൾ എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് 16 വയസ്സുകാരൻ പറയുന്നു. ഒരുപക്ഷെ എൻ്റെ അമ്മ അൻസാർ അസ്ലമിൽ നിന്നും സിദ്ദിഖ് അസ്ലമിൽ നിന്നും സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതാവാം. എൻ്റെ അമ്മയെ ഭയപ്പെടുത്തി എന്നെ ISൽ റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമമാണ് അൻസാർ അസ്ലമും അയാളുടെ സഹോദരനും ചേർന്ന് നടത്തുന്നത് എന്ന് 16 വയസ്സുകാരൻ. എൻ്റെ അമ്മയെ അവർ ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിയിലാണ് തന്നോട് ISൽ ചേരാൻ സ്വന്തം അമ്മ പോലും പറഞ്ഞത് എന്ന് 16 വയസ്സുകാരൻ പറയുമ്പോൾ ഇത് കേട്ടു നിൽക്കാനേ നമുക്ക് കഴിയൂ. അമ്മയോട് നീ എന്തു പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ അവൻ ഒരൊറ്റ ഉത്തരം മാത്രം, എൻ്റെ അമ്മയെ എനിക്കിഷ്ടമാണ്, ഞാൻ വളരെ വേദനയിലാണ്, എൻ്റെ അമ്മയെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മയ്ക്കും അൻസാർ ഇസ്ലമിനും ഇടയിലുള്ള ഇഷ്ടം നിനക്കിഷ്ടമായോ എന്ന ലേഖകൻ്റെ ചോദ്യത്തിന് ആ 16 വയസ്സുകാരൻ ഒറ്റ മറുപടി, ഇല്ല. ആ കുട്ടിയെ വലിയൊരു ആഘാതമാണ് ബാധിച്ചിരിക്കുന്നത്. താൻ അനുഭവിച്ചതിൻ്റെ വിശദാംശങ്ങൾ മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുമ്പോൾ ആ കുട്ടി അസഹ്യമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏറെ നടുക്കത്തോടെ മാത്രമേ വെഞ്ഞാറമൂട്ടിൽ നടന്ന ഈ കഥ നമുക്ക് കേൾക്കാൻ കഴിയൂ. ഈ കുട്ടിയുടെ അമ്മയുടെ ലിവ് ഇൻ പാർട്ട്ണറാണ് അൻസാർ അസ്ലം. അവരിപ്പോൾ താമസിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിൽ. അൻസാർ അസ്ലം ഇതിനകം തന്നെ കേരള തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിൻ്റെയും ദേശീയ അന്വേഷണ ഏജൻസി NIA നിരീക്ഷണത്തിലാണ്. അയാളെ കസ്റ്റഡിയിലെടുക്കാനുള്ള എല്ലാ മാർഗങ്ങളും NIA തിരയുന്നു. അൻസാറിൻ്റെ കുടുംബവും ISIS തീവ്രവാദികളും തമ്മിൽ ബന്ധപ്പെട്ട് മുൻകാല കേസുകൾ നിലവിലുണ്ട്. അൻസാർ അസ്ലം ഉൾപ്പെടെയുള്ളവർക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിലുള്ള ബന്ധം നിമിത്തം ഇയാൾക്കെതിരെ FIR പോലും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കേരള പോലീസിന്റെ പരാതിയിൽ പറയുന്ന ചാർജ് ഷീറ്റിൽ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ. 16 വയസ്സുള്ള ആൺകുട്ടിയെ ഭീകര സംഘടനയിൽ ചേർത്ത് അവനെ സിറിയയിലേക്ക് നാടുകടത്താൻ ശ്രമിച്ചിരുന്നു.
കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ നടന്ന ബോംബ് സ്ഫോടനങ്ങളിലെ പ്രതികളും അൻസാറും തമ്മിൽ ബന്ധമുണ്ട്. IS-ലെ ചില ഹാൻഡ്ലർമാരുമായി അൻസാർ അസ്ലം ബന്ധപ്പെട്ടിരുന്നു. കേരളത്തിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് ഈ കേസന്വേഷണം ആരംഭിച്ചത്. ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൈകളിലും. കേരളത്തിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം കുട്ടിയെ അമ്മയുടെ സഹോദരനൊപ്പം താമസിക്കാൻ അനുവദിച്ചു. കുട്ടിയുടെ പിതാവ് മുഹമ്മദ് അലി നിലവിൽ UK-യിലാണ്. എന്നാൽ കുട്ടി കേരളത്തിൽ അവൻ്റെ അമ്മാവനൊപ്പം കഴിയുന്നു. ഒരു ദാരുണ കഥയാണ് ഈ 16 വയസ്സുകാരൻ്റെ അമ്മയ്ക്ക് പറയാനുള്ളത്. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ താൻ മുഹമ്മദ് അലി എന്നയാളുമായി പ്രണയത്തിലായി. പിന്നീട് മതം മാറി അയാൾ വിവാഹം കഴിച്ചു. നീണ്ട 16 വർഷം അയാൾക്കൊപ്പം ജീവിച്ചു. ഒടുവിൽ വിവാഹമോചനം. എന്നാൽ വിവാഹമോചനത്തിന് അയാൾ അനുവദിച്ചില്ല. തുടർന്ന് ലിവിൻ പാർട്ട്ണറുമായുള്ള ജീവിതം. അൻസാർ അസ്ലം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അൻസാർ അസ്ലത്തിൻ്റെ സഹോദരൻ സിദ്ദിഖി ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി. അൻസാർ അസ്ലവും സഹോദരനും ചേർന്ന് തൻ്റെ അമ്മയെ തീവ്രവാദത്തിലേക്ക് നയിച്ചുവെന്നാണ് 16-കാരൻ ഉറപ്പിച്ചു പറയുന്നത്. അൻസറിൻ്റെ സഹോദരൻ സിദ്ദിഖി അസ്ലാം കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിന് 2016 NIA രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതികളാണ്. 3 വർഷം മുൻപ് അയാൾ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. അമ്മാവൻ്റെ സംരക്ഷണയിലുള്ള കുട്ടിക്ക് പൂർണ്ണ സംരക്ഷണം നൽകാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വീടിന് ചുറ്റും പോലീസ് നിരീക്ഷണം. പ്രതിയുടെ ലാപ്ടോപ്പുകളിൽ നിന്ന് IS വീഡിയോകൾ കാണിച്ചുവെന്ന് കുട്ടി പറഞ്ഞു. ഇക്കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരത്തെ അമ്മയുടെ വീട്ടിൽ നിന്ന് പോലീസ് ലാപ്ടോപ്പുകൾ പിടിച്ചെടുത്തിരുന്നു. അതിശക്തമായ അന്വേഷണമാണ് കേരള പോലീസും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ചേർന്ന് ഇപ്പോൾ നടത്തുന്നത്. ഇതിൻ്റെ പൂർണ്ണമായ രേഖകൾ NIA ആവശ്യപ്പെട്ടു കഴിഞ്ഞു. രണ്ടാനച്ഛനോട് ഇസ്ലാമിക് സ്റ്റേറ്റിൽ താൻ ചേരില്ല എന്ന് 16 വയസ്സുകാരൻ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് അവൻ കേരളത്തിലേക്ക് തിരിച്ചു. കേരളത്തിലെത്തിയ ഉടൻ തന്നെ തൻ്റെ പിതാവിനെ മുഹമ്മദ് അലിയെ അവൻ ഇക്കാര്യങ്ങൾ അറിയിച്ചു. തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലാനാണ് മുഹമ്മദ് അലി അവനെ ഉപദേശിച്ചത്. ഒപ്പം മുഹമ്മദ് അലി പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. പോലീസ് കാര്യങ്ങൾ മനസ്സിലാക്കി അമ്മയുടെ വീട്ടുകാരോട് അടിയന്തരമായി പോലീസ് സ്റ്റേഷനിലെത്താൻ പറഞ്ഞു. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ടയാളാണ് അവൻ്റെ അമ്മ. മതം മാറിയാണ് മുഹമ്മദ് അലിയെ വിവാഹം കഴിച്ചത്. അമ്മയുടെ വീട്ടുകാരെത്തി അവനോട് കാര്യങ്ങൾ ആരാഞ്ഞു. അപ്പോഴാണ് നടുക്കുന്ന വിവരങ്ങൾ പലതും അവൻ വെളിപ്പെടുത്തിയത്. നേരത്തെ അവനെ നാട്ടിലേക്ക് അയച്ച് ഒരു മതപഠനത്തിന് ചേർത്തിരുന്നു. വെഞ്ഞാറമൂട്ടിലുള്ള ഒരു മതപഠനശാലയിൽ പഠിക്കുമ്പോൾ അവനിൽ ചില പ്രകടമായ മാറ്റങ്ങൾ മതപഠനശാല അധികൃതർ ശ്രദ്ധിച്ചു. അവരും അവനോട് കാര്യങ്ങൾ തിരക്കി. ഇതിനെ തുടർന്നാണ് മുഹമ്മദ് അലി പോലീസുമായി ബന്ധപ്പെടുന്നത്. മതപഠനശാല അധികൃതരും പോലീസിനെ വിവരമറിയിച്ചു. മുഹമ്മദ് അലിയുമായി നല്ല കുടുംബജീവിതമായിരുന്നു തനിക്കെന്ന് ഈ 16-കാരൻ്റെ അമ്മ പറയുന്നു. എന്നാൽ യാദൃച്ഛികമായി അൻസാർ അസ്ലമിൻ്റെ സഹോദരൻ സിദ്ദിഖി അസ്ലമിനെ അവർ കണ്ടുമുട്ടുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രചരണ വീഡിയോകൾ കാണിച്ചുകൊണ്ട് അവരെ തീവ്രവാദ സംഘടനയിലേക്ക് ആകർഷിക്കുകയായിരുന്നു സിദ്ദിഖിയുടെ ലക്ഷ്യം. സിദ്ദിഖിയും ഒപ്പം അൻസാർ അസ്ലവും ചേർന്ന് പൂർണ്ണമായും അവരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് അൻസാർ അസ്ലം അവർക്കൊപ്പം തൻ്റെ ജീവിതം ആരംഭിച്ചു. ലിവിൻ പാർട്ട്ണറായി അൻസാർ അസ്ലം അവർക്കൊപ്പം ചേരുകയായിരുന്നു. മുഹമ്മദ് അലിയുമായുള്ള അവരുടെ ബന്ധം പൂർണ്ണമായി തകർന്നു. റിപ്പബ്ലിക് TV ഈ 16 വയസ്സുകാരൻ്റെ അമ്മയുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ അവർ സ്വന്തം കൈപ്പടയിലെഴുതിയ ഒരു കുറിപ്പ് റിപ്പബ്ലിക് TVക്ക് വേണ്ടി പങ്കുവച്ചു. ഞാൻ എൻ്റെ കുട്ടികളുമായി ഇവിടെ ഒറ്റയ്ക്കാണ്. നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഇതുവരെ തയ്യാറല്ല. ആദ്യം പോലീസിന് എൻ്റെ മൊഴി നൽകട്ടെ. പോലീസ് അന്വേഷിച്ച് സത്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. ഇപ്പോൾ എനിക്കൊരു കാര്യം പറയാൻ കഴിയും. എൻ്റെ ഭർത്താവ് ഒരു നാസിസ്റ്റാണ്. തൻ്റെ ഭർത്താവ് SDPIയുടെ ഒരു സജീവ അംഗമാണ് എന്ന് അവർ പറയുന്നു. ആദ്യ ഭർത്താവിൽ നിന്നുള്ള വിവാഹമോചനം ഇതുവരെ സാധ്യമായില്ല എന്നവർ റിപ്പബ്ലിക് TVയുമായി പങ്കുവയ്ക്കുന്നു. ഒരു 16 വയസ്സുകാരൻ്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ കേരളത്തെ ഭയപ്പെടുത്തുന്നു. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മതപരിവർത്തനവും തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നതുമൊക്കെ ഇപ്പോഴും തുടരുന്നുവെന്ന് വ്യക്തമാണ്. പല കേസുകളിലും ഇത്തരം ആളുകളെ ആദ്യം UK-യിലേക്കോ പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്കോ എത്തിക്കും. അവിടെ നിന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഭാഗവാക്കാക്കുന്നത്. പലപ്പോഴും കേരളത്തിൽ പോലും ഇത്തരം വിവരങ്ങൾ എത്താറില്ല. NIA ഈ കേസ് ഏറ്റെടുത്തതോടെ സജീവ ശ്രദ്ധയാണ് കേസിന് കൈവന്നിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ വെഞ്ഞാറമൂട്ടിൽ നടന്ന ഈ തീവ്രവാദ റിക്രൂട്ട്മെൻറ്റ് യാതൊരു തലത്തിലും വലിയ വാർത്തയാക്കുന്നില്ല. നടക്കുന്ന ഒട്ടനവധി വിവരങ്ങൾ ഈ കേസിന് പിന്നാമ്പുറങ്ങളിലുണ്ട്.
വലിയ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പണം വിടർത്തി നിൽക്കുന്നു. അവരൊക്കെ കേരളത്തെ തങ്ങളുടെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്യാനുള്ള വേദിയാക്കി മാറ്റുന്നു. വെമ്പായം സ്വദേശിയാണ് ആദ്യ ഭർത്താവായ മുഹമ്മദ് അലി. പത്തനംതിട്ട സ്വദേശിയായിരുന്നു ഈ 16 വയസ്സുകാരൻ്റെ അമ്മ. കോളേജിലെ പ്രണയം, മതം മാറ്റം, അതിനോട് യാതൊരു തലത്തിലും യോജിക്കാൻ കഴിയുമായിരുന്നില്ല പെൺകുട്ടിയുടെ വീട്ടുകാർക്ക്. ഇത് നിന്റെ ജീവിതമാണ്, ഇതിൽ വരുന്നതൊക്കെ നീ അനുഭവിക്കുക എന്നന്ന് വീട്ടുകാർ അവളോട് പറഞ്ഞു. തൻ്റെ ആദ്യ വിവാഹത്തിലെ മകനെ തീവ്രവാദിയാക്കാൻ യാതൊരു മണിയും കാട്ടുന്നില്ല ഈ അമ്മ എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ നടുങ്ങുന്നത്. ഈ 16 വയസ്സുകാരൻ്റെ കഥ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒപ്പം കേരളം കണ്ണു തുറന്ന് കാണേണ്ടതും. ഇത് പരമാവധി ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ വാർത്തയ്ക്ക് അത് അർഹിക്കുന്ന പ്രാധാന്യം ഇവിടെ കൈവരുന്നില്ല എന്നതാണ് മുഖ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.